പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 23 ആമേൻ, ബുധനാഴ്ച പ്രഭാതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 13 ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരം ഉയർത്തി കർത്താവിനോട് പറയാം, യെസ് ലോർഡ്, താങ്ക് യു ജീസസ്. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് ഭാഗ്യം തന്നില്ലേ. അനേകർ ഉറങ്ങിയവർ ഉണരാതെ പോയപ്പോൾ കൃപയാൽ കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. അത് മാത്രമല്ല, ഈ പകൽക്കാലവും നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പകൽക്കാലം അങ്ങ് അടിയങ്ങളെ ജയകരമായി നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. മൗനമായിരിക്കാതെ എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല, ഞാൻ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല. ഹല്ലേലൂയ. ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞിട്ട് 54 സങ്കീർത്തനം അതിൻ്റെ 4 ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത്, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗം ഇതാ ദൈവം എൻ്റെ സഹായകനാകും. നമുക്കും പറയാൻ കഴിയണം, അതെ, കർത്താവ് എൻ്റെ ഗോഡ് ഈസ് മൈൻ ഹെൽപ്പർ. എൻ്റെ സഹായകനാരാ? കർത്താവ്. എൻ്റെ ഏത് ആവശ്യത്തിലും എന്നെ സഹായിക്കുന്നവനാരാ? കർത്താവ്. ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ. ആ ഒരു കോൺഫിഡൻസ് ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഉറപ്പ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കുമോ എന്തെങ്കിലും? കാരണം എൻ്റെ ഏത് കാര്യത്തിലും, എൻ്റെ ശുശ്രൂഷയിലായിക്കോട്ടെ, എൻ്റെ ജോലിയിലായിക്കോട്ടെ, എൻ്റെ അനുദിന ആവശ്യങ്ങളിലായിക്കോട്ടെ, എന്നെ സഹായിക്കുന്നവൻ കർത്താവ്. എൻ്റെ സഹായം ആകാശത്തും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാണ് എന്നെ സഹായിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുവാനിടവരും, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുവാനിടവരും, നമ്മുടെ ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും നമ്മുടെ നടത്തത്തിന് പോലും മാറ്റം വരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതി സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, എൻ്റെ സഹായകനാരാ? കർത്താവാ എന്നെ സഹായിക്കുന്നത്. അത് കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും, അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയും. എന്നെ സംഹരിക്കുവാൻ നോക്കുന്ന സകലതിനെ എന്ന് ഈ കർത്താവ് സംഹരിച്ചു കളയും. അത് എന്നെ സംഹരിക്കാൻ ശ്രമിക്കുന്ന രോഗമായിക്കോട്ടെ, വൈറസുകളായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, എന്നാൽ കർത്താവ് എന്നെ സംരക്ഷിക്കും എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ഇനി സ്വമേധാദാനത്തോടെ ഹല്ലേലൂയ, ഞാൻ അങ്ങയ്ക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, അങ്ങയുടെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ഇന്ന് പ്രഭാതി നമുക്കും പറയാം, കർത്താവേ, അങ്ങയുടെ നാമം നല്ലത്, ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞ, കർത്താവേ, അങ്ങയുടെ നാമം ഏറ്റവും ശ്രേഷ്ഠമേറിയത്, ഞാൻ ആ നാമത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തു ചെയ്യും? എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ആ നല്ലൊരു കോൺഫിഡൻസ്, കർത്താവ് എന്നെ നടത്തും എന്ന വലിയൊരു ബോധം ഇന്ന് പ്രഭാതി നമുക്കുണ്ടാകണം. കർത്താവായ എൻ്റെ സഹായകൻ എന്ന വലിയൊരു ബോധം നമുക്കുണ്ടാകണം. ഓരോ ദിവസവും എന്നെ കൈപിടിച്ച് നടത്തുന്ന കർത്താവ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ആ ഒരു ബോധം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 13 പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകൾ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന പ്രിവിലേജിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ ഞങ്ങളെ സന്തോഷത്തോടെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായി നന്ദി. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പാ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങയുടെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ആരും തന്നെ നശിച്ചു പോകാനോ, നഷ്ടപ്പെട്ടു പോകാനോ, തളർന്നു പോകാനോ അനുവദിക്കാതെ എല്ലാവരെയും അങ്ങയുടെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ
ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവരുടെ സമാധാനം വലുതായി തീരട്ടെ. ഇവർ ഏത് ദേശത്താണോ പാർക്കുന്നത് ആ ദേശത്തിന് ഇവർ അനുഗ്രഹമായിരിക്കട്ടെ. അവിടെ ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. ഇവർ തല ഉയർന്നു തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും താഴ്ത്തി പോകാൻ ഇടവരാതെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിച്ചു നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം ഇന്ന് പ്രഭാതി രോഗികളുടെ മേൽ വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്കൊന്നും തന്നെ അസാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. ഗ്ലാൻഡുകൾ എൻലാർജായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഗ്ലാൻഡുകളും നോർമലായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അനാവശ്യമായി ഉണ്ടായിരിക്കുന്ന നീർക്കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തൊന്നും വലിഞ്ഞു മാറട്ടെ. അനാവശ്യമായി ഉണ്ടായിരിക്കുന്ന നീർക്കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തൊന്നും വലിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തന്നെ ജനത്തെ കർത്താവ് കൈപിടിച്ച് കയറ്റുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ കഠിനമായ രോഗത്താൽ, മാറാ രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും, ഏത് രോഗത്തിനും വൈദ്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിടക്കയിൽ എഴുന്നേൽക്കട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ. അങ്ങ് കൊടുത്ത ആശ്വാസത്തിനായിട്ട്, അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അതുപോലെ ജോലി ഭാരത്താൽ കഴിയുന്നവർ, സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കർത്താവ് വിടുതലായിക്കണമേ. അതുപോലെ മറ്റെന്ത് വിഷയങ്ങളാണോ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസവും സമാധാനവും കർത്താവ് കൊടുക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 13-ാം നാളിലേക്ക് കർത്താവ് നമ്മളെ എത്തിച്ചു. അതായത് ഈ വർഷത്തിൻ്റെ ഏകദേശം അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കയറിയിരിക്കുക. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് കർത്താവിൻ്റെ വചനം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിനോട് കൂടെ ഇരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹമാകും. അങ്ങനെ നമ്മൾ മുന്നേറുമ്പോഴാണ് അവനോട് അടുത്ത് വരുവൻ. ഇന്നലെ കേട്ടില്ലേ, അവൻ നമ്മളോട് അടുത്ത് വരും. അപ്പം ഈ പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കർത്താവുമായിട്ടൊരു നല്ല ബന്ധത്തിലായി അവൻ്റെ സാന്നിധ്യത്തിൽ വേണം നമുക്ക് പുതുവർഷത്തിലേക്ക് കയറുവാൻ. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വൈകിട്ട് സൂം മീറ്റിംഗ് ഉണ്ട്. തക്ക സമയത്ത് പങ്കെടുക്കണം. നിങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഐഡിയും സൂം ഐ ഡി ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ഒന്നിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് അതിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരും. നിശ്ചയമായിട്ടും തക്ക സമയത്ത് പങ്കെടുക്കുക. ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഒരുമിച്ച് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള അവസരമാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ട വേദഭാഗമെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 9 മുതൽ 12 വരെയും അപ്പോസ്തല പ്രവൃത്തികൾ 17-18, 2 തെസ്സലോനിയൻസ് 1 മുതൽ 3 വരെയും, റെവലേഷൻ 13 നമ്മൾ വായിക്കേണ്ടത്. ഒരുങ്ങുക, വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ അത്രയും സമയം കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ അത് നിങ്ങൾക്കിടവരുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ സന്തോഷ ദിവസമെന്ന് പറയുന്നത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിസ്തു പൈതലിൻ്റെ, കർത്താവിൻ്റെ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയെന്ന് പറയുന്നതാണിത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഈ പ്രത്യാശയുള്ളവരായിരിക്കണം. നമുക്കതിൻ്റെ 11 മുതൽ വായിച്ചു നോക്കാം, 12 മുതൽ വായിക്കാം. 13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ഈ പ്രത്യാശയില്ലാത്തവർക്ക് എന്താ? പ്രത്യാശയില്ല. അവർക്ക് പ്രത്യാശയില്ല. അപ്പോൾ അവർ ദുഃഖിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ദുഃഖിക്കും. ഇവിടെ പറയാം നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, മരിച്ചുപോയവരെ കുറിച്ചാണ് പറയുന്നത്. നിദ്ര കൊള്ളുക, അർത്ഥം ഈ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഉറങ്ങുന്നവരെന്നാ പറയുന്നത്? അവർ ഉറങ്ങുന്ന വ്യക്തി എന്ത് ചെയ്യും? ഉണരും. അതാണ് നിദ്ര കൊള്ളുക എന്ന് പറയുന്നത്. എന്താ അർത്ഥം? ഇപ്പോൾ ഒരാൾ നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആൾ ഉറക്കമാണ്, ഇച്ചിരി കഴിഞ്ഞ് എഴുന്നേറ്റ് വരും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം കർത്താവിൽ മരിച്ചവരെല്ലാം എന്തുവാ? അവരെല്ലാം നിദ്ര കൊള്ളുക, അവരെല്ലാം ഉറങ്ങുക. അവരൊരു വിശ്രമിക്കുക. അവരൊരു അലാറം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുക. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു,
നമ്മൾ വിശ്വസിക്കുന്നു. അടക്കപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ, അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ, അതേപോലെ തന്നെ ആമേൻ, എന്താ സംഭവിക്കുന്നത്? അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും, എങ്ങനെ നിദ്ര കൊണ്ട്? നമ്മൾ ആ 13-ാം വാക്യത്തിൽ വായിച്ചതുപോലെ കർത്താവിൽ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചവർ എഴുന്നേൽക്കും. എങ്ങനെ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുകയല്ല. മായ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ തിന്നു കുടിച്ച് ആനന്ദിച്ച് സന്തോഷിച്ച് കർത്താവിനെ വിളിക്കാതെ തീരാനുള്ള ജീവിതമല്ല. പിന്നെയോ, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പിൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടാൽ ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. എങ്ങനാ? യേശു ക്രിസ്തു എഴുന്നേറ്റ് വന്നതുപോലെ ഞാൻ എഴുന്നേറ്റ് വരും. അപ്പം ഇവിടെ പറയുക, കർത്താവിൻ്റെ പ്രത്യക്ഷത, അപ്പം യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഇനി അടുത്ത്, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. അപ്പോൾ ഇന്ന് കാഹളമൂതിയാൽ നാം ഭൂമിയിൽ ജീവനോടിരിക്കുന്നു. നിദ്ര കൊണ്ടവരുണ്ട്. അവരെ നമ്മൾ ആദ്യം വായിച്ചതുപോലെ അവർ യേശുവിനോടുകൂടെ വരുത്തും. പിന്നെ ഈ ഭൂമിയിൽ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. അപ്പം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ മണവാളം വരുന്നത് സ്വർഗത്തിൽ നിന്ന്. നമ്മുടെ ഭവനമൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മളെ ചേർക്കാൻ വരും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഞാനും നിങ്ങളും അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോഴത്തേന് നമ്മൾ രൂപാന്തരം പ്രാപിച്ചു, മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. എന്നിട്ട് നമ്മൾ യേശുവിനെ എതിരേൽക്കുക. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പിന്നെ നമ്മുടെ ജീവിതം എവിടെയാ? കർത്താവിൻ്റെ കൂടെ. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിൽ, കണ്ണുനീരുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമുക്ക് ഒരു പൂർണ്ണ മോചനമാണ് കർത്താവിൻ്റെ വരവെങ്കിൽ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അപ്പം എത്രയോ സന്തോഷം. കാരണം ഈ ഭൂമിയിലെ കണ്ണുനീരും ദുഃഖവും നിരാശയും പ്രയാസങ്ങളും എല്ലാം മാറി നമ്മൾ എവിടെ ചെല്ലുന്നു? മധ്യാകാശത്തിൽ ചെല്ലുന്നു, നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ. അതുകൊണ്ട് മാത്രം തീരുകയാണോ? അല്ല, പിന്നെ നാം അവനോടുകൂടെ എന്നേക്കും ഇരിക്കുക, അവനോടുകൂടെ ഇരിക്കുക. അപ്പോൾ ആ ഒരു അനുഭവമാണ്, ആ ഒരു മുഹൂർത്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ, ഈ 13-ാമത്തെ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ കർത്താവിൻ്റെ കാഹളം കേൾക്കുവാനായിട്ട്? കർത്താവിൻ്റെ കാഹളത്തിങ്കൽ എടുക്കപ്പെടുവാനായിട്ട് തയ്യാറാണോ? കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് മാത്രമേ ആ കാഹളം കേൾക്കാൻ കഴിയുള്ളൂ. കർത്താവിൻ്റെ കാഹളമുണ്ട്. ചില ഭവനങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോൾ 2 അലാറം വെക്കും. ഒരു അലാറം ഭാര്യ വെക്കും, അവരുടെ ഭാര്യയുടെ സമയത്തിന് എഴുന്നേക്കാൻ. ഭർത്താവിൻ്റെ സമയത്ത് വെക്കും അലാറം. നിങ്ങൾക്കറിയാമോ വാസ്തവമായൊരു കാര്യം? ഭർത്താവിൻ്റെ അലാറം മാത്രമേ കേൾക്കാറുള്ളൂ, ഭാര്യയുടെ അലാറം മാത്രമേ കേൾക്കാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് 4 മണിക്കാണ് അലാറം വെച്ചത്. ആ 4 മണിക്ക് ഭർത്താവ് അലാറം കേട്ട് എഴുന്നേൽക്കും, ഭാര്യ അറിയുന്നില്ല. എന്നാൽ 4:30-ക്കുള്ള അലാറം ഭാര്യ കേൾക്കും. ഇതുപോലെ കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയത്തുള്ളൂ. കേട്ടോ, മറക്കല്ലേ. കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുന്നു എങ്കിലേ നമുക്കത് കേൾക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അകത്ത് ഒരു വലിയ പ്രത്യാശ വേണം. എൻ്റെ കർത്താവ് വരും, അങ്ങനെ ജീവിക്കണം. അല്ലാതെ ഇനി എപ്പോൾ വരാനാ, നോഹയുടെ കാലഘട്ടം പോലെ ആകരുത്. എപ്പോഴും പ്രതീക്ഷയിൽ ഇന്ന് കർത്താവ് വരും, ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും. അങ്ങനൊരു പ്രതീക്ഷയോടെ ജീവിത വിശുദ്ധി സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ 13-ാമത്തെ ദിവസം നമ്മളെ ഓർപ്പിക്കുക. ഇന്നെൻ്റെ പ്രാണപ്രിയം വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. കേട്ടോ, അങ്ങനെ കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗ് മറക്കണ്ട. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കണം. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. God bless you.